വിശേഷം എന്തെങ്കിലും ആയോ? ഈ ഒരു ചോദ്യം പ്രായമുള്ള ഒറ്റയാളും കുട്ടികളോട് ചോദിക്കരുത്. കാരണം ഈ ഒറ്റ ചോദ്യം കാരണമാണ് പലപ്പോഴും പല ആൾക്കാരും വെക്കേഷന് പോലും നമ്മുടെ നാട്ടിലോട്ട് വരാത്തത്. അവർക്ക് അവരുടേതായ പല പ്രശ്നങ്ങളും ഉണ്ട്, അവരുടേതായ ഒരു സ്പേസ് ഉണ്ട്, അവരുടേതായ പ്രയോറിറ്റീസ് ഉണ്ട്. അവർക്ക് കുട്ടികൾ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ നമ്മൾ ആരുമല്ല. അവർക്ക് ചിലപ്പോൾ പ്രയോറിറ്റീസ് വേറെ ആയിരിക്കാം, അല്ലെങ്കിൽ പ്ലാനിങ് ഉണ്ടായിരിക്കാം. അത് നമ്മൾ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പം നമ്മൾ ഒരു കല്യാണത്തിന്റെ ഫംഗ്ഷൻ ആവട്ടെ, അല്ലെങ്കിൽ ഒരു മരണത്തിന്റെ ഫംഗ്ഷൻ ആവട്ടെ, ഈ കുട്ടികൾ വരുമ്പോൾ പ്രായമാവുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ഈ കപ്പിൾസിനോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, വിശേഷം വല്ലതും ആയോ? ഈ ചോദ്യം കേൾക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയെ പറ്റി നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് എൻ്റെ ഒരു അപേക്ഷയാണ്, ഈ യങ് ജനറേഷൻ, നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ യങ് ജനറേഷൻ ഇവിടെയൊക്കെ തന്നെ നിൽക്കണമെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യുക. ഈ ഇൻഫെർട്ടിലിറ്റി ഉള്ള ചില കുട്ടികൾക്ക് ഈ വിശേഷമായില്ലേ എന്നുള്ള ചോദ്യം ഓരോ മാസമുറയുടെ സമയത്തും ചോദിക്കുന്നത് കാരണം അതിൻ്റെ ടെൻഷൻ ഒരു പരിധിവരെ ഞങ്ങൾ ഡോക്ടേഴ്സിനും കൂടാണ്. കാരണം ഓരോ പ്രാവശ്യം പീരീഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഫെയിലിയർ ആയിട്ട് അവർ നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു മാനസിക സംഘർഷം എത്ര കുട്ടികളാണെന്നറിയാം ഓരോ ദിവസവും നമ്മുടെ കൺമുമ്പിൽ ഇരുന്ന് കരയുന്നത്. കാരണം സ്വാഭാവികമായിട്ട് മനുഷ്യന് ഒരു മാസമുറ കാലത്തിൽ ഗർഭിണിയാവാനുള്ള സാധ്യത എന്ന് വെച്ചാൽ 15%, 85% ഒന്നും സംഭവിക്കത്തില്ല. അപ്പം നമ്മൾ അതിനെ ഒരു റിയലിസ്റ്റിക് എക്സ്പെക്ടേഷനോടെ അല്ലേ നോക്കണ്ടേ? അല്ലെങ്കിൽ ആ യങ് കപ്പിൾ ആദ്യമായിട്ട് ഒരു ഡോക്ടറിനെ കണ്ടു, അടുത്ത മാസം ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി. അപ്പം എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ആസ് എ ഡോക്ടർ ഞാനും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ റിയലിസ്റ്റിക് ആണ്, ഞങ്ങൾക്കറിയാം 85% ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ സോ കോൾഡ് വിസ്ഡം പീപ്പിൾ അവർ ആ കുട്ടികളെ ടോർച്ചർ ചെയ്യാണ് ഓരോ മാസവും, വിശേഷമായില്ലേ എന്നുള്ള ചോദ്യം കാരണം. അത് ആ കുട്ടികൾക്കുണ്ടാക്കുന്ന മാനസിക സംഘർഷം നിങ്ങൾ വിചാരിക്കുന്നതിലും ഭയങ്കരമാണ്. അത് ഡെയിലി കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് പ്ലീസ് റിഫ്രെയിൻ ഫ്രം ദിസ് സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ, വിശേഷം ആയില്ലേ.